വൈകുന്നേരത്തേക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയാൽ പൊളിക്കൂലേ. അതേപോലെ തന്നെ സ്നാക്സ് ബോക്സിലേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനും പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് പിച്ചിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് 2 കോഴിമുട്ട കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഓപ്ഷണലാണ്, പക്ഷേ തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പാലാണ്. അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാൻ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായാണ് വേണ്ടത്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കാം. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടുക. എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ 2 നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെക്കാം. നമ്മൾ ഏതിലാണോ ഈ ഒരു പോളറെഡി എടുക്കുന്നത് ആ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ചെറിയ തീയിലിട്ടതിന് ശേഷം അതിൻ്റെ ഫുള്ളായിട്ട് ഒന്ന് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കാരമൽ ടേസ്റ്റ് കൂടെ ഈ ഒരു പലഹാരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഓരോ പീസ്, അല്ലെങ്കിൽ തീ ഓഫാക്കിയതിന് ശേഷം ചെയ്തെടുത്താലും മതി. ഓരോ പീസ് ഈ നേന്ത്രപ്പഴത്തിൻ്റെ പീസസ് ഉണ്ടല്ലോ അതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും റൗണ്ടിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് സാവധാനം മെല്ലെ അങ്ങ് ഒരു ബാറ്റർ മുഴുവനായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കട്ടെ. ഒരു ഭാഗത്ത് കുറച്ചൊന്ന് എന്താ പറയുക സ്പീഡിൽ ഒഴിച്ച് കൊടുത്തപ്പോൾ അന്ന് ബനാന ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മെല്ലെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട്, കരിന്ന് പെണ്ണുണ്ടെങ്കിൽ അടിയിൽ വേറെ പാൻ വെക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് അടുത്ത് വരും കേട്ടോ. 15 മിനിറ്റ് മുഴുവനായിട്ട് വേണ്ടി വരില്ല. അപ്പോഴേക്ക് മുകൾ ഭാഗമൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ആ ഒരു ഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി കേട്ടോ. ആ നെയ്യ് തടവിയ പാനിലാണ് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്